ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. ഇന്ന് നമ്മൾ ഈ ഒരു അംബ്രല ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ കട്ടിങ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നെക്ക് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് ഫിനിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാസ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മളുടെ നോച്ചസ് ഇട്ട് കൊടുക്കുക. ത്രെഡിൽ കൊള്ളാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ലൈനിങ്ങിൻ്റെ മേലെ കൂടെ നമ്മളൊന്ന് പതിച്ചടിക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ നമ്മളുടെ നെക്കിൽ ലൈനിങ്ങിൻ്റെ അംശമൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ വളരെ നീറ്റായിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അത് പതിച്ചടിച്ച ശേഷം നേരെ നമ്മളുടെ നല്ല ക്ലോത്ത് ഉണ്ടല്ലോ, മെയിൻ ക്ലോത്ത്, അതിൽ ഇതുപോലെ തന്നെ നമ്മളൊന്ന് നെക്ക് പതിച്ചടിച്ച് കൊടുക്കുക. ഇനി ഇത് പതിച്ചടിക്കാൻ താല്പര്യമില്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ആം ഹോളിൻ്റെ സൈഡിലൊക്കെ എക്സ്ട്രാസ് ഇട്ടിട്ടാണ് ഞാൻ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതുപോലെ റഫായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം എക്സ്ട്രാസൊക്കെ ഒന്ന് എല്ലാ സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ബാക്ക് നെക്ക് നമ്മൾ ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും വെച്ചിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഈ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു എഡ്ജ് എത്തുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫൂട്ടർ പൊക്കിയിട്ട് സൂചി കുത്തി നിർത്തണം. എന്നിട്ട് ഫൂട്ടർ പൊക്കിയിട്ട് ഇതുപോലെ അടുത്ത സൈഡിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോവുക. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടാൻ ഒന്ന് പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്ത് കളയുക. അതേപോലെ തന്നെ നോച്ചസ് ഇട്ട് കൊടുക്കുക. ആ ഡിസൈനിലും കറക്റ്റായിട്ട് ആ എഡ്ജിലും നോച്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ ഡിസൈൻ കറക്റ്റായിട്ട് നമുക്ക് ടേൺ ചെയ്ത് കിട്ടില്ല. അതുകൊണ്ട് നോച്ചസ് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാനിത് തിരിച്ചെടുക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് എല്ലാ വീഡിയോസിലും നമ്മൾ ഫ്രോക്കിൻ്റെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ബാക്ക് ഷോൾഡറിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഫ്രണ്ട് ഷോൾഡർ ഇതുപോലെ ചേർത്ത് വെക്കുക. നല്ല വശം തന്നെ ചേർത്ത് വെക്കണം. അതിനുശേഷം ബാക്കിൻ്റെ ലൈനിങ് ഇതാ ഇതേപോലെ ഓവർലാപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മളവിടെ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ. അപ്പോൾ ആ സ്ലോപ്പ് ഇങ്ങനെ കണക്കാക്കിയിട്ട്, ഞാൻ സ്ലോപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടില്ല, അപ്പോൾ അത് ഇതുപോലെ കണക്കാക്കിയിട്ട് നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത നെക്കും കൂടി അടുത്ത ഷോൾഡറും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കത് ആ ഫ്രണ്ടിലും ഇതേപോലെ നീറ്റായിട്ടുള്ള ഫിനിഷിങ് കിട്ടും. അതേപോലെ അകത്തും ഇതുപോലെ സീമൊന്നും കാണാത്ത രീതിയിൽ നീറ്റായിട്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ അടുത്ത സൈഡിലും ഇതേപോലെ തന്നെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി സെപ്പറേറ്റ് ചെയ്യുക ബാക്കിൻ്റെ. എന്നിട്ട് ഫ്രണ്ടിൻ്റെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ഓവർലാപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി വേണം നമ്മൾ ബാക്കിൻ്റെ നെക്കിൽ പതിച്ചടിക്കാൻ. നേരത്തെ നമ്മൾ ഫ്രണ്ടിൻ്റെ എല്ലാം ചെയ്ത് വെച്ചിരുന്നു. ഇനി നമ്മൾ ബാക്കിൻ്റെ നെക്ക് ഞാനിവിടെ പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഇതേപോലെ വൃത്തിയായിട്ട് പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചുളുങ്ങാതെ ഷ്രിങ്കേജ് ഒന്നും വരാത്ത രീതിയിൽ ആ ഷേപ്പിൻ്റെ അവിടെ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ച ശേഷം ഇതേപോലെ തന്നെ സൂചി കുത്തി നിർത്തി ഫൂട്ടർ പൊക്കിയ ശേഷം നമ്മൾ അടുത്ത സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ ആ ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ എക്സ്ട്രാസൊക്കെ നമ്മൾ അതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ആദ്യം മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ, അതിന് ശേഷം കട്ട് ചെയ്ത് കളയാം. ഇനി ഞാൻ ഇതുപോലെ 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതുപോലെ കോണായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിലേക്ക് കെട്ടാനുള്ള ആ വള്ളി അടിക്കാനുള്ളതാണ്. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വശവും കൂടി മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കത് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ബാക്കിലേക്ക് കെട്ടാനുള്ള ആ ഒരു വള്ളി റെഡിയായി കിട്ടും. ഇതുപോലെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എഡ്ജ് യൂസ് ചെയ്തിട്ട് കുത്തിയെടുത്താൽ മതി പുറത്തേക്ക്. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ സ്കാലപ്പ് ബോഡീസിൻ്റെ പാർട്ടിന്ന് താഴേക്ക് വെക്കണം പറഞ്ഞല്ലോ, അത് ഞാൻ കുറച്ച് മാറ്റിയിട്ടോ. കാരണം അത് വളരെ ചെറുതായപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് വെച്ച് നോക്കിയപ്പോൾ ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് വലുത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അളന്നിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് സൈസ് കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതൊരു ക്യാൻവാസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ 2 മടക്കി വെച്ചിട്ടുള്ള തുണിയിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് അഴിച്ചു കളയും. അതിന് ശേഷം ഈ ഒരു
ഡിസൈൻ നമ്മൾ കറക്റ്റായിട്ട് പതുക്കെ ഇതുപോലെ ഫൂട്ടർ പതുക്കെ പൊക്കിയിട്ടും താഴ്ത്തിയിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ആ ഡിസൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ആ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റിച്ച് ഞാൻ അഴിച്ചെടുക്കും. എന്നാലാണല്ലോ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ഈ ക്യാൻവാസ് അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു റഫായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ഇനി ഞാൻ ആ ക്യാൻവാസ് ആയെന്ന് ഞാൻ കട്ട് ചെയ്ത് കളയാണ്, കാരണം എനിക്ക് അത്ര സ്റ്റിഫ് വേണ്ട. അപ്പോൾ എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളതിനെ തിരിച്ചെടുക്കുന്നു. അപ്പോൾ നമുക്കത് ഇതേപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് ബോഡീസിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഞാനിതാ ഇവിടെ സീം അലവൻസ് ഉണ്ടല്ലോ, അത് കൂട്ടാതെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ സീം അലവൻസ് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ നല്ല വശവും ചേർത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ബാക്ക് സൈഡ് എടുത്തിട്ട് അതിൽ ഇതുപോലെ വള്ളി ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വള്ളി താഴേന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊക്കെ ബിഗിനേഴ്സിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവർക്കൊക്കെ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ വെക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് സ്ലീവ്സാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നത് ഇവിടെ വേറൊരു മെത്തേഡിലാണ്. നമ്മൾ ആദ്യമേ തന്നെ സ്ലീവിൻ്റെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ മെയിൻ ക്ലോത്തിലേക്ക് നമ്മുടെ സ്ലീവിൻ്റെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് പ്ലീറ്റ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്നല്ല ഞാൻ തുടങ്ങുന്നത്, ഒരു സൈഡിൽ നിന്നാണ്. അതിപ്പോൾ പഫ് സ്ലീവ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ സൈഡിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം നമുക്കറിയാമല്ലോ, സെൻറ്റർ പോയിൻ്റ് എത്തുമ്പോഴേക്കും ആ കണക്കാക്കിയിട്ട് പ്ലീറ്റ്സ് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ അറ്റം വരെയും പ്ലീറ്റ്സ് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ആദ്യത്തെ 1.5 ഇഞ്ച് നിങ്ങൾ പ്ലീറ്റ്സ് ഇടണമെന്നില്ല, കാരണം അത് സീം അലവൻസ് ആണല്ലോ. ഇനി നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ടത് ഇതേപോലെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ബാക്കിൽ വെച്ചിട്ടാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ലൈനിങ്ങിൽ നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ട കാര്യമില്ല, കാരണം നമ്മളത് നോർമൽ സ്ലീവ് പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതാ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മൾ സാധാരണ സ്ലീവ് എങ്ങനെയാണോ ജോയിൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ കുത്തുന്ന ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ആ സീം അലവൻസ് അവിടെ നിൽക്കുമ്പോൾ അവരുടെ ആംപീറ്റിൻ്റെ അവിടെ ഒരു എന്തെങ്കിലും ഡിസ്റ്റർബൻസ് കാണിക്കും. അപ്പോൾ അതിലും ഭേദം നമ്മൾ ഇതുപോലെ സീം അലവൻസ് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കംപ്ലയിൻറ്റ് വരില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് നീറ്റായിട്ട് തന്നെ ഉള്ളിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലൈനിങ് ക്ലോത്തിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക. ആദ്യത്തെ 1.5 ഇഞ്ച് അങ്ങനെ തന്നെ അടിച്ചു പോവുക. അതിന് ശേഷം നമ്മൾ താഴേക്കും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവിനെ തിരിച്ചിടുന്നു. എന്നിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ ഒരു 2 ഇഞ്ച് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ താഴെ ഭാഗം നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ 2 ഇഞ്ച് ക്ലോത്തിനെ ഞാൻ 2ആക്കി മടക്കി വെച്ചിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ ബാക്ക് വശത്തിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതേപോലെ നമ്മൾ നല്ല വശത്തേക്ക് മടക്കി അടിക്കണം. അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാസ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ എഡ്ജ് നല്ല ഭംഗിയായിട്ട് ഫിനിഷായി കിട്ടും. ഈ സമയത്ത് നിങ്ങൾക്ക് ഗോൾഡൻ കളർ എന്തെങ്കിലും ലേസോ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിനുള്ള പീസ് ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ബാക്കിൽ 2 പീസാണെന്ന് നേരത്തെ കട്ടിങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ടിങ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ 2 പീസാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ താഴത്തെ ഭാഗത്തേക്ക് ഒരു കോട്ടൺ ലൈനിങ് കൂടി ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കേണ്ട. ആദ്യം ക്രേപ്പ് മാത്രം വെച്ചാൽ മതി എന്ന് വിചാരിച്ചത്. ഇപ്പം ഞാൻ കോട്ടൺ ലൈനിങ് ഇതുപോലെ 4ആക്കി മടക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ബോഡി പാർട്ട് വെച്ചിട്ട് 4ആക്കി മടക്കി വെച്ചിട്ടുള്ള ക്ലോത്ത് തന്നെയാണ്. അപ്പോൾ എ ലൈൻ മോഡലിലാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് താഴെ ഭാഗം ഏകദേശം ഒരു മടക്കി വയ്ക്കുമ്പോൾ 15 ഇഞ്ച് വരുന്ന രീതിയിലുള്ള വിഡ്ത്താണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഉള്ള പീസുകൾ നമ്മളിതിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 15 ഇഞ്ചാണ് ഇത് 2ആക്കി മടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിഡ്ത്ത്. ഹൈറ്റ് വന്നിട്ട് 16 ഇഞ്ചാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ലതും
മെയിൻ ക്ലോത്തും അതേപോലെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ ബാക്ക് പീസാണെന്നുള്ളത് ഓർക്കണം. ബാക്ക് പീസിൻ്റെ ബോഡി പാർട്ടിലേക്ക് നമ്മളുടെ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല ക്ലോത്ത് ഉണ്ടല്ലോ, മെയിൻ ക്ലോത്ത്, അത് ഇതേപോലെ വലിക്കാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ ഇത് അംബ്രല കട്ടായതുകൊണ്ട് വലിഞ്ഞു പോകും. ഇനി നമുക്ക് 2 ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ താഴെ, അതായത് ഏറ്റവും താഴെ ഇപ്പോൾ വെച്ചിട്ടുള്ളത് കോട്ടൺ ലൈനിങ് ആണ്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മെയിൻ ക്ലോത്തിൻ്റെ മേലെ നമ്മുടെ ക്രേപ്പ് ലൈനിങ്ങും ഇതേപോലെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, ഞാനതിങ്ങനെ ഒരുമിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ നമുക്കിത് 3 ലൈനിങ്, 2 ലൈനിങ്ങും ഒരു മെയിൻ ക്ലോത്തും വന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ക്ലോത്ത്, വൈറ്റ് ക്ലോത്ത് നല്ല ട്രാൻസ്പെറൻറ്റ് ക്ലോത്താണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ കോട്ടൺ ലൈനിങ് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ കൂടെ ആ ഒരു സീം അലവൻസ് കാണും. അപ്പോൾ ഇതേപോലെ നമ്മൾ ക്രേപ്പ് ലൈനിങ് ആണ് മുകളിൽ, താഴെ കോട്ടൺ ലൈനിങ്ങും ആണ്. അപ്പോൾ കോട്ടൺ ലൈനിങ് ആയതുകൊണ്ട് അത് തെന്നിപ്പോകാനുള്ള ചാൻസ് ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് അടിച്ചാലും മതി. വീണ്ടും ക്രേപ്പ് ലൈനിങ് ആദ്യം മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട് പാർട്ടിൽ വെക്കുമ്പോൾ. അപ്പോൾ നമ്മളിതാ ഫ്രണ്ട് പാർട്ടിൽ ഞാനിത് 3 കൂടി അറ്റാച്ച് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്താലും മതി. അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ ലൈനിങ് പാർട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ വെക്കേണ്ടത് നമ്മുടെ കോട്ടൺ ലൈനിങ് ആണ്. അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നേരെ മേലെ വെക്കേണ്ടത് സ്കേർട്ട് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്താണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ക്രേപ്പ് ലൈനിങ് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ 4 ലെയറാണ് നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾ ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഈ ത്രെഡിൻ്റെ കളറ് വേറെ ആയതുകൊണ്ട് ബോഡീസിൻ്റെ പാർട്ട് വരെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ നിർത്തുകയാണേ. അതിന് ശേഷം ഞാൻ താഴേക്ക് വൈറ്റ് ത്രെഡ് ഇട്ട ശേഷം ബാക്കി ചെയ്യാനാണ്. നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി ഒരു 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അത്ര വരെ നമ്മൾ ഈ ഒരു 4 പീസും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. ഇതൊക്കെ ഇതിന് മുൻപ് കുറേ തവണ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇത് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളിതാ 4 എണ്ണം കൂടി ഞാൻ ആ വരച്ച പോയിൻ്റ് വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി എല്ലാം സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ മെയിൻ ക്ലോത്താണ്. അതിനുശേഷം ക്രേപ്പ് ലൈനിങ് ചെയ്യണം, അതിനുശേഷം കോട്ടൺ ലൈനിങ് ചെയ്യണം. അങ്ങനെ 3 ആക്കി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമുക്ക് താഴെ മടക്കി അടിക്കാനുള്ള ഒരു ഭാഗം കൂടി മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ലേസുകളൊക്കെ അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിൽ നമ്മൾ വിസ് ക്യാൻ വീവ് എന്ന് പറഞ്ഞിട്ട് തന്നെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.